ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിക്കനും ചീരക്കറിയാണ് ഇന്നത്തെ അടുക്കളയിലത്തെ നമ്മുടെ വിശേഷം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ചിക്കൻ വെക്കുമ്പോ എന്തായാലും നമുക്ക് ഉള്ളി സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും വേണമല്ലോ. അപ്പൊ അത് അടുക്കളയിൽ മാത്രം ഇരുന്ന് നന്നാക്കാൻ പറ്റിയിട്ടുള്ള സാധനം ഒന്നല്ലല്ലോ. നമുക്ക് ഇടനാഴിയിൽ ഇരുന്ന് നന്നാക്കാന്നേ. അവരൊക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് സിനിമ കണ്ടോണ്ട് എന്താ. അപ്പൊ ഉള്ളി സവോളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒക്കെപ്പാടെ കൂടിയിട്ട് ഇന്നയും കൂടിയിട്ട് ഞാൻ ഇടനാഴിയിൽ കൊടുന്ന് പ്രതിഷ്ഠിച്ചു. അങ്ങനെ സിനിമയൊക്കെ കണ്ട് കഴിയാറായപ്പോൾ ഞാൻ എണീറ്റ് പോന്നു കേട്ടോ. നമ്മളത് കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ പണി നടക്കില്ലേ. അപ്പോൾ അടുക്കളയിലേക്ക് വന്ന് എൻ്റെ കുപ്പികളൊക്കെ ഇറക്കി വെച്ചിട്ട് കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ സ്റ്റൗവിൻ്റെ മുകളിൽ നമ്മുടെ ചിക്കൻ കിടന്ന് തിളക്കിയായി. അപ്പോൾ സവോളയൊക്കെ നന്നായി അരിഞ്ഞെടുത്ത് തക്കാളി അരിഞ്ഞെടുത്ത് എല്ലാം നല്ലോണം മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ വയ്ക്കാൻ ആർക്കും അറിയാത്തവരുണ്ടാവില്ല അല്ലേ. ചിക്കൻ പിന്നെ എങ്ങനെ വെച്ചാലും നല്ല രുചിയുള്ളൊരു സാധനമാണ്. അതിൽ ചിക്കൻ മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ പാകത്തിന് ഇടാൻ അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഉഷാറ്. കുറച്ചിങ്ങനെ വറന്ന് വന്നിട്ട് എടുത്തു കഴിഞ്ഞാലോ നല്ല ഉഷാറായിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റുന്ന ഒരു കറിയാവും കേട്ടോ. അപ്പോൾ ചീരക്കറി എന്ന് പറയണത് അത് അരിഞ്ഞെടുക്കാനാണ് ഇത്രയും വലിയൊരു ത്വര വേറെ ഇല്ല. പക്ഷെ ഞാനത് എന്താ ചെയ്യുക നല്ലോണം ഒതുക്കി പിടിച്ച് അരിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ പറക്കി പറക്കി എടുക്കും. അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് എല്ലാം കൂടി ചുരുട്ടി കൂട്ടിയിട്ട് ഒരു പന്ത് പോലെ ആക്കിയിട്ട് ഒരു ഉപനാക്കി അരിഞ്ഞെടുക്കും. എന്നിട്ട് എനിക്ക് പോരാൻ തോന്നുകയാണെങ്കിലോ കത്തി വെച്ചിട്ട് ചറങ്ങും പുറകും 4 ഇഞ്ചിപ്പാട് അടിയും കൊടുത്തിട്ട് എൻ്റെ ചീരയിൽ അങ്ങോട്ട് കഴുകി കേട്ടോ. അങ്ങനെ അത് നമ്മുടെ കുക്കറിൽ കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പൊക്കെ ഇട്ടിട്ട് വറവ് ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ട് നമുക്ക് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടില്ലേ ഇതേപോലെ ഉണ്ടയാക്കി പിടിച്ചിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ഇത് ചോപ്പറിലിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ചോപ്പർ ചിലപ്പോൾ നാശമായെങ്കിലോ വിചാരിച്ചിട്ടാണ് ഞാനിത് കൈ വെച്ച് അരിയുന്നത് കേട്ടോ. അപ്പോൾ സവോളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു. ഏട്ടനാണ് എനിക്ക് അരിഞ്ഞു തരാറ്. പക്ഷെ നിലമ്പൂർ പോയി വന്നതിന് ശേഷം മൂപ്പരാൾക്ക് നല്ല തൊണ്ടവേദനയും മേലും കൈവേദനയും ജലദോഷമൊക്കെയാണ്. അപ്പം ഇനി ആ സവോള അരിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് കൂടിക്കഴിഞ്ഞാൽ എൻ്റെ മേലേക്ക് കുറ്റം വരില്ലേ. സവോള അരിഞ്ഞിട്ടാണ് എൻ്റെ തൊണ്ടവേദനയും തലവേദനയും മൂക്കൊലിപ്പൊക്കെ കൂടിയെന്ന്. അപ്പം ഇനി അതിൻ്റെ ഒരു പരാതി വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ തന്നെ അരിഞ്ഞു കേട്ടോ. അങ്ങനെ ചീരയ്ക്കുള്ള സവോളയും വെളുത്തുള്ളിയും കുറച്ച് നന്നാക്കി എടുക്കുക. ഇത് വറവിട്ടിട്ട് നമുക്ക് ചീരയും പരിപ്പൊക്കെ അതിലിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ തേങ്ങ അരച്ച് ഒഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിൾ ഒരു ചീരക്കറി. ഏട്ടന് ഇലക്കറികളുടെ കൂടെ ചിക്കൻ കഴിക്കാൻ മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വായിക്ക് കുറച്ച് രുചിയുള്ളത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വല്യമ്മയോടൊന്ന് കുറച്ച് ചീരയൊക്കെ പൊട്ടിച്ച് കൊണ്ടിരിപ്പിച്ചതാണ് കേട്ടോ. ഞാൻ വല്യമ്മയോടെ 4 ദിവസം പോയി നിന്നു. അപ്പോൾ ഞാനൊരു പടം കണ്ടു. ഏതാണെന്നറിയോ? അപ്പെക്സ്. നല്ല പടമാണ് കേട്ടോ. ഒരു സർവൈവർ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തിട്ട് ഒരു കാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതാ. ഒരു പ്രാന്തൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ പടം ഇപ്പം നെറ്റ്ഫ്ലിക്സിലുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വല്യമ്മളോടേക്ക് പോണേക്ക് മുന്നേ നോക്കിയപ്പോൾ അത് കണ്ടില്ല. പിന്നെ വല്യമ്മളോടെ പോയിട്ട് ഞങ്ങൾ നെറ്റ് റീചാർജ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ കണ്ടതാണ് കേട്ടോ. നല്ല പടമാണ്. കുഞ്ഞു കണ്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടു. അവൾക്ക് ആ പടം അത്ര വലിയ അവൾക്ക് ഈ ഹൊറർ മൂവിയൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ പാചകം ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കി അടുപ്പിൻ്റെ കണ്ണിയിൽ വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഇതേപോലെ എല്ലാം ഒരുക്കി വെച്ചിട്ട് കുക്ക് ചെയ്യണതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ കുക്ക് ചെയ്യേണ്ട ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ കിടന്ന് പരതണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനുമാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ സാവധാനം നമുക്ക് ചെയ്താൽ മതിയല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചിക്കൻ കറിയിൽ ഉപ്പുണ്ടോ നോക്കി. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നോക്കണ ആളിപ്പോൾ ഇവിടെ എൻ്റെ അടുത്തില്ല. ഉപ്പ് നോക്കണ ആൾ കളിക്കാൻ പോയിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് എത്താം കരൾ തിന്നാൻ. അപ്പോൾ കരളും പിന്നെ അതിൽ കുറച്ച് ഗ്രേവി മൂപ്പരാൾക്ക് ഉണ്ടെങ്കിൽ മൂപ്പരാളുടെ ഉച്ചയൂണ് ഉഷാറായി. അപ്പോൾ വറുത്തതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ വറുത്തതൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ വേറെ മാർഗ്ഗമില്ല. ഊണ് കഴിക്കണമെങ്കിൽ വറുത്തിട്ട് തന്നെ കൊടുക്കണം. ഒന്നല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വറുത്തത്, ഒന്നല്ലെങ്കിൽ ചിക്കൻ വറുത്തത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വറുത്ത സാധനം അവന് വേണം. അങ്ങനെ ദാ നമ്മുടെ ചീരക്കറി ഉണ്ടാക്കാനുള്ള എണ്ണ ഒഴിച്ചു. ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുകയാണ്. പിന്നെ ഇതിൽ പിന്നെ കറിവേപ്പിലൊന്നും വേണ്ടല്ലോ നമ്മുടെ ചീരക്കറിയിൽ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ചിലപ്പോൾ സാഹസികമൊക്കെ കാണിക്കും. കയ്യിന് പകരം എൻ്റെ കൈ ഇട്ടിട്ടൊക്കെ ഇളക്കാറുണ്ട്. ഓർമ്മയില്ലാഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ കൈ ഇടാൻ പോയി. പക്ഷെ ഞാൻ കൈ എടുത്തു. കൈ പൊള്ളിയൊന്നുമില്ല കേട്ടോ. ഉള്ളി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഉള്ളി അതിന് മുകളിലേക്ക് പൊങ്ങി കിടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ നമ്മുടെ ബദാം, പിന്നെ എള്ള്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കഴിക്കുക കേട്ടോ. അപ്പോൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇത്തിരി ഭംഗിയായി കുറച്ച് നീലമായൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ നീലക്കുപ്പി ഇങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചം വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ല ലൈറ്റ് കത്തണ പോലെ, നീല ലൈറ്റ് കത്തണ പോലെ അല്ലേ, നല്ല ചന്തമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ മുകളിൽ എന്താണെന്നറിയോ? ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ.
അത് കുഞ്ഞി തൈകൾ നമ്മുടെ കുന്നിൻ്റെ മുകളിൽ നിറയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം കുട്ടപ്പായി പൊട്ടിച്ചുകൊടുന്നപ്പോൾ 3 പൊട്ടിച്ചുകൊടുന്നു. അപ്പോൾ 3 വലുത് ഞാൻ അതിലേക്ക് ഇറക്കി വെച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിനൊരു പേരൊക്കെ ഉണ്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ പുള്ളിയുള്ള ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. പുള്ളി ഇല്ലാത്ത ചേമ്പിൻ്റെ ഇല വേറെ ഉണ്ട് കഴിക്കാൻ പറ്റണത്. അങ്ങനെ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് അങ്ങോട്ട് ഇടുക. കുറച്ച് പച്ചമുളകിൻ്റെ മൂട് ചീഞ്ഞു പോയി പറഞ്ഞിട്ട് അമ്മ വലിച്ചെറിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് വലിച്ചെറിയാത്ത കുറച്ച് പച്ചമുളകാണ്, ഇതിന് മൂടൊന്നും ചീഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതാ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. അത് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പൊഴിക്കാം. എന്നിട്ട് നമുക്ക് ചീരയുടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം റെഡിയായി. പിന്നെ തേങ്ങ അരച്ചൊഴിച്ച് കഴിഞ്ഞാലോ മുഴുവനായിട്ട് അങ്ങോട്ട് ശരിയായി. അപ്പോൾ ആ നീല കുപ്പി ഇരിക്കുന്ന കാണാൻ നല്ല ചന്തമുണ്ട്. നമുക്ക് കുറച്ച് പച്ചക്കുപ്പികളും കൂടി അവിടെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബദാമും അതേപോലെ തന്നെ എള്ളും പംകിൻ സീഡും സൺഫ്ലവർ സീഡും വെള്ളത്തിലിട്ട് കുതിർത്തത് ഒന്ന് കഴിക്കട്ടെ. എൻ്റെ മുഖത്ത് വലിയൊരു ബൾബ് പൊന്തിയിട്ടുണ്ട്. അത് ഈ ഒരു സമയമാകുമ്പോൾ എനിക്ക് വരാറുണ്ട്. അത് എന്തിനാ വരണേന്ന് എനിക്കറിയില്ല പണ്ടാരം. ഇനിയിപ്പോൾ ഇതിൻ്റെ പാട് മാഞ്ഞു പോകുമ്പോഴേക്കും അടുത്തത് പൊന്തും. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഫേസ് കെയറിൻ്റെ വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയേ ഞാൻ ചെയ്യാം. വഴിയേ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ദാ നമ്മുടെ പച്ചക്കുപ്പികൾ 2 ഞാൻ ഇപ്പുറത്തേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇറക്കുമതി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ ജനാലിൻ്റെ മുകളിലായിരുന്നു ഇരുന്നിരുന്നത്. ഇപ്പോൾ ഇപ്പുറത്തേക്ക് വെച്ചു. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ചിക്കൻ കറി ഏകദേശം അടുപ്പത്ത് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ ചെറു ചൂടിൽ ഇതേപോലെ കുറച്ച് നേരം കൂടി ഇട്ടിട്ട് നമ്മൾ ഓഫ് ചെയ്യാണ് പതിവ്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തു. നമ്മൾ മുളക് പൊടി ഇട്ടു, അതും മൂത്തു. എന്നിട്ട് ഇതാ പരിപ്പ് ഒഴിച്ചു കേട്ടോ. കുറച്ച് പരിപ്പുള്ളൂ കേട്ടോ. ഒരു ഇച്ചിരി നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന അത്ര മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് കുക്കറിലിട്ട് വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മുടെ ചീര അരിഞ്ഞു വെച്ചതും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചില ചീരയുടെ ഇലയൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വെന്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഏതായാലും ഇതൊക്കെ വയറ്റിനുള്ളിലേക്ക് പോകാനുള്ളതല്ലേ. പിന്നെ ഇപ്പോൾ എന്തിനാ നമ്മളിങ്ങനെ കുനുകുനാന്നാക്കണത് ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇല വെന്ത് കഴിഞ്ഞാൽ എല്ലാവരിനും ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. അപ്പോൾ അതവിടെ കിടന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കണ്ടോ ചെറിയ തണ്ടൊക്കെ പെട്ടിട്ടുണ്ട്. അത് കൈ കൊണ്ട് ഞെക്കി പിരിഞ്ഞിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിക്കുള്ള തയ്യാറെടുപ്പായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കറണ്ട് വന്നിട്ടും പോയിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടപ്പായി ചോദിക്കണ അമ്മ പണി കിട്ടുമോ? ഞാനിവിടെ ഷെയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മിക്സിയിൽ ഇതാ കട്ടപ്പാൽ വീണു, പഴം അരിഞ്ഞിട്ടു, ബൂസ്റ്റ് ഇട്ടു, പഞ്ചസാര ഇട്ടു, എല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ കറണ്ട് പോയാൽ ഞാൻ എന്താ അമ്മ ചെയ്യുക ചോദിച്ചു. ഞാൻ പറഞ്ഞു വേഗം അടിച്ചെടുത്തോ, എന്നിട്ട് നമുക്ക് കുടിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ പഞ്ചസാര ഒഴിവാക്കി കാരണം ഇത് കുടിക്കാനും പറ്റില്ലല്ലോ. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഷേക്ക്. ഇതിൻ്റെ ഒരു പേരെന്താ കേട്ടോ? ഈ ഷേക്കിൻ്റെ പേരെന്താ നമ്മുടെ വീട്ടിൽ അടിക്കാറ്? ഷാർജ ഷേക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടപ്പായി വേഗം തന്നെ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുക. ഞാനും അതെ. എന്താ വെച്ചാൽ ഇതിൽ തേങ്ങ അരച്ച് ഒഴിക്കണ്ടേ. തേങ്ങ അരച്ച് ഒഴിച്ചില്ലെങ്കിൽ എന്ത് രസം ഉണ്ടാവും. അപ്പോൾ അതാ മിക്സിയിൽ പഴം, പാല്, ബൂസ്റ്റ്, പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കുട്ടപ്പായി സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ലോണം പഴുത്ത പഴമല്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ആ പഴത്തിൻ്റെ ചവർപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടും കുട്ടപ്പായി മൈൻഡ് ചെയ്തില്ല കേട്ടോ. കുട്ടപ്പായി അത് കരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു. അവൻ നന്നായിട്ട് ഷേക്ക് ഉണ്ടാക്കും. അവന് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊന്ന് വയ്യാതിരിക്കുകയാണെങ്കിലോ ഞാനില്ലെങ്കിലോ മൂപ്പരാൾക്ക് പ്രശ്നമില്ല. ചോറുണ്ടെങ്കിൽ മൂപ്പരാൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ഉരുളൻകിഴങ്ങ് വറുത്തതോ വറുത്തതോ അല്ലെങ്കിൽ മുട്ട വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് മൂപ്പരാൾ കഴിക്കും. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ചോറുണ്ടായാൽ മതി. ചോറ് വയ്ക്കാൻ അറിയില്ല മൂപ്പരാൾക്ക്. അങ്ങനെ കുമാരൊക്കെ ഏകദേശം വരാനുള്ള ടൈമായി. നമുക്ക് ഷെയ്ക്ക് അടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ചിരകിയിട്ട് വേഗം അരച്ചെടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ. അപ്പോൾ അതിന് മുന്നേ അരയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടപ്പായി സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവന് ഷേക്ക് കുടിക്കാൻ അത്രയും തിരക്കും തിടുക്കമായിട്ടിരിക്കുക. അപ്പോൾ കുറേശ്ശെ അടിച്ചെടുത്തിട്ട് ഇങ്ങനെ കുലുക്കിയിട്ടൊക്കെ വീണ്ടും വീണ്ടും അങ്ങനെയാണ് അടിച്ചെടുക്കണത്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഏട്ടനാണ് കേട്ടോ. ഞാനൊന്നും ഷേക്ക് അടിക്കാറില്ല. എനിക്ക് ഇതേപോലെ ഷേക്കൊക്കെ കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ ഷേക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏട്ടൻ മേടിച്ചിട്ട് അടിച്ചു തരാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ പഞ്ചസാര ഒക്കെ അങ്ങനെ ഒഴിവാക്കിയ കാരണേ ഞാനപ്പോൾ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. എന്നാലും കുട്ടപ്പായി അടിച്ചതല്ലേ വിചാരിച്ചിട്ട് ടേസ്റ്റ് നോക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചീര ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ഇതേപോലെ ആ കുപ്പികൾ ഇങ്ങനെ വെക്കണത് ഭംഗിയുണ്ടോയെന്ന്. അപ്പോൾ എപ്പോഴും നമുക്ക് വെക്കാൻ പറ്റില്ല. ഇതേപോലെ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ വെക്കണുള്ളൂ. കാരണം എന്താ വെച്ചാൽ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആ മണി പ്ലാന്റ് ഒക്കെ ചിലപ്പോൾ വാടിപ്പോവും. ഇവിടുന്ന് തീ നല്ലോണം ഡയറക്റ്റായിട്ട് അടിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വാടിപ്പോവും കേട്ടോ. ഇപ്പം തന്നെ ഇലയ്ക്കൊക്കെ ചെറിയൊരു വാട്ടം വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ വെക്കണില്ല. അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടാലോ.
അങ്ങനെ ഇതാ നമ്മുടെ ചീര ഏകദേശം നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. പക്ഷെ മക്കളെ കരണ്ട് പോയി. കുട്ടപ്പായി ഇതാ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ തോണ്ടിക്കൊണ്ടിരിക്കുക, എന്നെ മാന്തിക്കൊണ്ടിരിക്കുക. കരണ്ട് പോയമ്മ ഒന്ന് അച്ചോട് വിളിക്കാൻ പറയും, ഒന്ന് അച്ചോട് വിളിക്കാൻ പറയും. എവിടേക്ക് വിളിക്കുന്നത്? അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നുണ്ട്, ആ അണക്കിപ്പോൾ ഷെയ്ക്ക് കൂടെ അടിക്കാൻ വെച്ചിട്ട് അവരവിടെ കരണ്ട് ഓണാക്കി തരാതിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ചീത്ത പറയുന്നുണ്ട്. എൻ്റെ തേങ്ങ ദാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ എല്ലാം കൂടിയിട്ട്, അതായത് മിക്സി കൊടുക്കണ മൂപ്പരാൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ കൊണ്ടു വെച്ചേക്കുക. അത് ഇനി വെള്ളം പോലെ ആവണ്ട വെച്ചിട്ട്. വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടാവില്ലല്ലോ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞടാ കരളും നമ്മുടെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിച്ചോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഷെയ്ക്ക് അല്ല കേട്ടോ ചോറ്. അപ്പോൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, അമ്മ ഇങ്ങോട്ട് തിന്നോ പറഞ്ഞു. അപ്പോൾ നീ വേണമെങ്കിൽ തിന്നാൽ മതി എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തേലും ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കറണ്ട് വരാത്തതിന് ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ? ഞാനും ഏട്ടനും കളഞ്ഞ പോലെയാണ് അവൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ തോന്നുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കുള്ള ദോശയ്ക്ക് കുറച്ച് ഉലുവയും ഉഴുന്നും അരിയും കൂടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. അപ്പോഴേക്കും കറണ്ട് വന്ന് ചാടി പറന്നിട്ടാണ് ഒരാൾ അടുക്കളയിലേക്ക് വന്നത്. ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്ന് മിക്സി എടുത്തിട്ട് അവൻ്റെ ഷേക്കും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തു കേട്ടോ. എന്താ മുഖത്തൊരു പുഞ്ചിരി. വേറെ എന്ത് വേണം കുട്ടപ്പായ്ക്ക്? കുട്ടപ്പായ്ക്ക് ഈ ഷേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് മധുരല്ലേ, മൂപ്പരാൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പേടിയാണ് അവൻ ഇങ്ങനെ മധുരം കഴിക്കുമ്പോൾ. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. കുറച്ചും കൂടി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനാണെങ്കിൽ ചെറുപ്പത്തിലൊന്നും തീരെ വെള്ളം കുടിക്കാത്ത ആളായിരുന്നു. പിന്നെ മൂത്രച്ചൂടൊക്കെ വന്നപ്പോഴാണ് വെള്ളമൊക്കെ കറക്റ്റ് സമയത്ത് കുടിക്കൽ തുടങ്ങിയത്. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളത് വെള്ളമാണെന്ന്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വെള്ളമൊക്കെ കറക്റ്റ് സമയത്ത് കറക്റ്റ് അളവിലൊക്കെ കുടിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതുപോലെ അവനും മാറുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഈ കൂട്ടാൻ്റെ കഷ്ണങ്ങളൊന്നും കഴിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഈ കോഴിയുടെ കരള്, മാങ്ങ ഇതൊന്നും ഞാൻ കഴിച്ചിരുന്നില്ല. ഇപ്പൊ അതൊക്കെ കഴിക്കൽ തുടങ്ങി. പക്ഷെ കുട്ടപ്പായി നേരെ വിപരീതമാണ് കേട്ടോ. അവന് ഈ കോഴിയുടെ മാങ്ങയും കരളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൂട്ടാൻ്റെ കഷ്ണമൊന്നും അവൻ കഴിക്കില്ല. അതേപോലെ തന്നെ കൂട്ടാൻ വെച്ച മീനുകളൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല. വറുത്തതാണ് ഇഷ്ടം. പഴം ശരിക്കും പഴുക്കാത്തതിൻ്റെ ഒരു ചവർപ്പുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ്. അങ്ങനെ ഷേക്കൊക്കെ കുടിച്ചു. ആ ഒരു പഴത്തിൻ്റെ ഒരു ചെറിയൊരു ചവർപ്പുണ്ടായിരുന്നു. വേറൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ കുട്ടപ്പായ ഉണ്ടാക്കിയ എന്ത് സാധനത്തിനും ഞാൻ നന്നായിട്ടുണ്ടെന്നേ പറയാറുള്ളൂ. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടപ്പായ പിന്നെ അടുക്കളയിൽ കയറില്ല. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയണോണ്ട് ഞാൻ മാക്സിമം അവനെ പ്രോത്സാഹിപ്പിക്കാറാണ് പതിവ് കേട്ടോ. അങ്ങനെ ഇതാ ചീരക്കറിയിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ട് ഞാൻ ചീരയിലേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ കറണ്ടൊന്നും പോയില്ല കേട്ടോ. പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് കറണ്ട് പിന്നെ പോയത് കേട്ടോ. അപ്പോൾ അതിന് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, പച്ചവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ചീരക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പച്ചച്ചോയ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടുള്ള വെള്ളം മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ അതിലേക്ക് ചുഴറ്റിയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനും റെഡിയായി. എന്നിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പോഴേക്കും കുമാറൊക്കെ വരാനാവും. എന്താ വെച്ചാൽ അവനിവിടെ അടുത്ത പണി വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്കാണ് ചോറുണ്ണാൻ വരാറേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേഗം എല്ലാം സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെ ഇതേപോലെ ചീരക്കറിയും മുരിങ്ങയുടെ ഇലയിൽ കൂടെയൊക്കെ ഇതേപോലെ നോണ് കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഫേസ് കെയറിൻ്റെ വീഡിയോ ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ വീഡിയോസ് ഇടാം. ഹെയർ കെയറിൻ്റെ വീഡിയോസ് ആണെങ്കിലും ഹെയർ കെയറിൻ്റെ വീഡിയോസ് ഇടാൻ പറയും. എന്നിട്ട് ആരും കാണൂല്ല. നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് ഹെയർ കെയറിലൊക്കെ കേട്ടോ. അപ്പോഴേക്കും കുമാർ വന്നു. ചോറുണ്ണാനുള്ള സമയമായി കേട്ടോ. അപ്പം ഞാനിതാ ചീരക്കറി ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇരുന്ന് കഴിച്ചാലോ. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ചോറും നമ്മുടെ ചീരക്കറി എടുത്തിട്ട് നമ്മുടെ അടുക്കളയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ പോവൂട്ടാ, അവരുടെ അടുത്തേക്ക് തന്നെ പോവും. അങ്ങനെ അവർക്കുള്ളതൊക്കെ അവിടെ കൊണ്ടുവച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ തന്നെ വിളമ്പി കഴിച്ചോളും. നമ്മൾ വിളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ നല്ലോണം ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ഏട്ടന് വിളമ്പി കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടമാണ് വിളമ്പി കൊടുക്കാൻ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഏട്ടൻ തന്നെയാണ് വിളമ്പി എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമായി എന്ന് പറയണം. മൂപ്പരാൾ കൈ കൊണ്ട് ഇങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് കുറേ നേരം നോക്കി മൂപ്പരാളുടെ മുഖത്ത്. എന്നിട്ട് ഞാൻ എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ചോറെടുത്ത് നമ്മുടെ റേഷൻ്റെ അരി, ഈ ഒരു ചോറും നമ്മുടെ വറുത്തരച്ചതേ, നമ്മുടെ തേങ്ങ അരച്ച ചീരക്കറിയും പിന്നെ നമ്മുടെ ചിക്കനും കൂട്ടി കഴിക്കാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചീനമുളകും കൂടി ഉണ്ടെങ്കിൽ ഞാൻ മിസ് ചെയ്യണു. നല്ല രുചിയാണ്. അപ്പോൾ ഇതേപോലെ നാടൻ വിഭവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചീരക്കറിയും ചിക്കനും ഒക്കെ കൂടി കഴിക്കാൻ നല്ല രുചിയല്ലേ. അപ്പോൾ ഇതേപോലെ മത്തിയും കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കോഴിയുടെ കഴുത്ത്, കാല്,
ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിറകില്ലേ, ചിറകിൻ്റെ അവിടുത്തെ ആ ഒരു ചെറിയ കുഞ്ഞിക്കാല് പോലത്തെ പീസില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല രുചിയുണ്ട്, നല്ല രുചിയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രുചിയുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഷാറായിട്ട് കാണാം.